കുഞ്ഞമ്മ 10, വല്യച്ഛൻ 5, UK ഉള്ള കസിൻ 10. UK വിഷു കഴിഞ്ഞിട്ടായിട്ട് 10 രൂപയാണോ വന്നേ? 10 പൗണ്ട്. ഈ QR കോഡ് വെച്ചുള്ള കളക്ഷൻ എങ്ങനെയുണ്ട്? മെച്ചമുണ്ടോ? എവിടുന്ന്? റാണിയന്റെ 5 രൂപ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേ എടുക്കുന്നു ക്രെഡിറ്റ് ആവാൻ. 12,500 ഗ്രോസ് കളക്ഷൻ തീരെ മോശം. ഇങ്ങനെ പോയാ 25,000 രൂപ ക്ലബിൽ കയറാൻ അടുത്ത വിഷു വരെ കാത്തിരിക്കണമല്ലോ എന്റെ ഭഗവാനെ. എന്റെ പൊണ്ണ്, ഇവിടെ എങ്ങനെ ഇത്രയും കാശ്? ശാന്താവും പിള്ളേർക്കെല്ലാം വാരി കോരി കൈനീട്ടം കൊടുക്കുന്നുണ്ടെന്നാ കേട്ടെ. എന്നിട്ട് എനിക്ക് 10 ഉലുവയാണല്ലോ തന്നെ. കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നെന്നാ പറഞ്ഞ, അല്ലാണ്ട് നമ്മളെ പോലെയുള്ള മുതുക്കികൾക്കല്ല. ബാലമാമ, അക്കൗണ്ടില് ബാലൻസ് ഒക്കെ ഉണ്ടാവല്ലേ? ഇന്ന് വിഷുവാ. ഇതിന്റെ കൂടെ കുറവുണ്ടായിരുന്നു. 2 കുണുവ ഫോൺ പോയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നാണോ മാനോ ഉണ്ടോ? അതാ ശരി കേട്ടോ, പോവാ. നടക്കിങ്ങോട്ട്. വയസ്സാങ്കളത്ത് ഓരോരോ പണികൾ ഒപ്പിച്ചോളും. എന്താ സാർ, എന്താ പ്രശ്നം? പ്രായം ചെന്ന അമ്മൂമ്മയുടെ ഒക്കെ എങ്ങനെയാണോ പെരുമാറുന്നത്? പ്രായമായെന്നും പറഞ്ഞ് കള്ളനോട്ട് അടിച്ച് ബെഷിക്കായി നീട്ടം കൊടുക്കാൻ ഇവിടെ വകുപ്പൊന്നുമല്ല കൊച്ചേ. കള്ളനോട്ടോ? ശാന്താമയോ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? രാവിലെ തൊട്ട് തുടങ്ങിയതാ സാറേ ഈ പിള്ളേരെ ശല്യം. 8 മക്കൾക്ക് കൂടി 18 കൊച്ചുമക്കളുണ്ട്. ഒരുത്തേക്ക് 500 രൂപ കൊടുത്തിട്ട് പോരുന്നത്. അവർക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ വേണ്ടിട്ട് 2,300 രൂപ വേണമെന്ന്. ഞാൻ ഒട്ടും മടിച്ചില്ല. 1,800-ന്റെ ഒരു 10 നോട്ടം അടിച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞു ആ കുരിപ്പ് അതുകൊണ്ട് ചില്ലറ മാറാൻ പോകുന്നു. നടക്കിങ്ങോട്ട്. സാറിനൊരു 3,350 ഒറ്റനോട്ട് കൈക്കൂലി തന്നാ എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാവോ? ഹാപ്പി വിഷു. റിമാൻഡ് കഴിഞ്ഞിട്ട് കാണാം. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ജസ്റ്റ്